മടവൂർ ശൈഖുനായുടെ പിൻഗാമിയായ അതേ കദമിൽ നിന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ എത്ര പേർക്ക് മക്കൾ കൊടുത്ത് ഈ സദസ്സിൽ തന്നെ ഉണ്ടല്ലോ. ആ ആശയമാണ് കുരുവട്ടൂരികൾക്കുമുള്ളത്. അത് പഠിപ്പിച്ചു കൊടുത്തത് ഹനീഫ് കായക്കൊടിയും KNM ആണെന്ന് വളരെ വ്യക്തമായി ഹനീഫ് കായക്കൊടി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. EK സമസ്തക്കും AP സമസ്തക്കും സുന്നി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സുന്നി ചമഞ്ഞ് സുന്നികളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന കുരുവട്ടൂരി കള്ളത്തൊരീക്കത്തുകാരുടെ തനിനിറം പലപ്പോഴായി നാം തുറന്നു കാണിച്ചതാണ്. അവർ ജുമാ ഖുതുബ പരിഭാഷപ്പെടുത്തുന്നത് വിരോധമില്ല എന്ന് പറഞ്ഞത് മുമ്പ് നാം വിട്ടിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല. കോമാട്ടിലാലിൽ അബ്ദുള്ള എന്ന ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് യാതൊരു ഇടപെടലും നടത്താൻ സാധിക്കാത്ത അവരുടെ പടച്ചോനായ കോഴി അബ്ദുള്ളയോടല്ലാതെ ഇസ്തിഗാസ നടത്തൽ ശിർക്കാണെന്നാണ് കുരുവട്ടൂരികൾ അവസാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഷിർക്കാണെന്ന് പറഞ്ഞ ഇബ്നു തൈമിയയെ എതിർത്ത സുന്നി പണ്ഡിതന്മാരെ മുഴുവനും ചീത്ത പറയുകയാണ്. അതോടൊപ്പം ഇബ്നു തൈമിയയെ ഇമാമാക്കുകയാണ് കുരുവട്ടൂരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളും അല്ലാത്തവരും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന പ്രധാന വിഷയമാണ് ഇസ്തിഗാസ. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളും അല്ലാത്തവരും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന പ്രധാന വിഷയമാണ് ഇസ്തിഗാസ. എന്നാൽ ഇസ്തിഗാസ ശിർക്കാണെന്ന് പറയുന്നവരാണത്രേ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്നാണ് കുരുവട്ടൂരികളുടെ പുതിയ നിലപാട്. ആ ഇസ്തിഗാസ ശരിയില്ല എന്ന് പറഞ്ഞ് ലോകത്ത് പല ആളുകളും ഇമാമായി പറയുന്ന ഒരു പണ്ഡിതനാണ് ഇബ്നു തൈമിയ. ഇസ്തിഗാസ ശരിയല്ല ശിർക്കാണെന്ന് പറഞ്ഞ ഇബ്നു തൈമിയെ എന്തിനാണ് ഇബ്നു തൈമിയെ ഒഴിവാക്കുന്നത്? ഇബ്നു തൈമിയെ നമുക്കെങ്ങനെ മോശക്കാരനായത്? ലോകത്തുള്ള പല പണ്ഡിതന്മാരും ഇമാമാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് സമദ് ആനവാരി പറയുന്നത്. ഇമാം ഇബ്നു തൈമിയ പണ്ഡിതനല്ലേ? ഇമാം ഇബ്നു തൈമിയ വലിയ പണ്ഡിതനല്ലേ എന്നാണ് സമദ് ചോദിക്കുന്നത്. എന്തിനാണ് ദാരിമി നിങ്ങൾക്ക് ഇബ്നു തൈമിയ മോശക്കാരനാകേണ്ട ആവശ്യമുണ്ടോ? MT അബൂബക്കർ ദാരിമി ഉസ്താദിനോട് ചോദിക്കുന്നത്, എന്തിനാണ് ഇബ്നു തൈമിയെ നിങ്ങൾ മോശക്കാരനാക്കുന്നത്? ഒരുപാട് ഇമാമിയങ്ങൾ ഇമാമാണെന്ന് പറഞ്ഞ ഒരാളല്ലേ ഇബ്നു തൈമിയ എന്നാണ് ചോദിക്കുന്നത്. മാത്രവുമല്ല ഒരു വെല്ലുവിളി കൂടി സമദ് ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. നിങ്ങൾ പാനൽ ഡിസ്കഷൻ നടത്തിക്കോളൂ. ഈ വിഷയത്തിൽ നിങ്ങൾ ഗണ്ണനം വെച്ചോളൂ, അല്ലെങ്കിൽ സംവാദം വെച്ചോളൂ, ഞങ്ങൾ തയ്യാറാണെന്നാണ് കുരുവട്ടൂരി ആനവാരി സമദ് പറയുന്നത്. ഇബ്നു തൈമിയ ശൈഖുൽ ഇസ്ലാം ആണെങ്കിൽ വേറെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ ഇമാമാണെന്ന് മാത്രമല്ല ശൈഖുൽ ഇസ്ലാം ആണെന്ന് വേറെ പല ഇമാമിയങ്ങളും പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആനവാരി സമദ് പറയുന്നത്. ഇബ്നു തൈമിയ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ഇബ്നു തൈമിയ ഇസ്തിഗാസ ശരിയല്ല ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് MT അബൂബക്കർ ഉസ്താദ് അടക്കമുള്ള സുന്നികൾ അംഗീകരിക്കാത്തത് എന്നാണ് ആനവാരി സമദ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിന്റെ യാഥാർത്ഥ്യം പറയാൻ ലക്ഷ്യമില്ല. ഇസ്തിഗാസ ശിർക്കാണെന്നാണ്, ശരിയല്ല എന്നാണ് യാഥാർത്ഥ്യം. ഇബ്നു തൈമിയ പറഞ്ഞതാണത്രേ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം പറയൽ MT ഉസ്താദിനും സുന്നികൾക്കും ലക്ഷ്യമല്ല എന്ന് പരിഹസിക്കുകയാണ് ആനവാരി സമദ്. ഈ MT ദാരിമിയുടെ മണ്ടയിൽ ഉത്ഭവിക്കുന്ന മഹാമണ്ടത്തരങ്ങൾ, ആ മണ്ടത്തരം ചേകനൊരു ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഉണ്ടാക്കിയത് മാതിരിയാ. എന്താണ് ആ സൊസൈറ്റിന്റെ ഒക്കെ മൊരടാര? ചേകനൂരിന്റെ ദുഷിച്ച തല. ഇസ്തിഗാസ ശിർക്കാണെന്ന് പറഞ്ഞ ഇബ്നു തൈമിയക്കെതിരെ വഹാബികൾക്കെതിരെ പറയുന്ന MT ഉസ്താദ് അടക്കമുള്ള സർവ്വസുന്നികളും ആനമണ്ടന്മാരാണെന്നാണ് സമദ് ആനവരി പറയുന്നത്. മാത്രവുമല്ല ഈ കുരുവട്ടൂരികൾക്ക് സ്വഹാബാക്കളോട് വലിയ വെറുപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സ്വഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്, അവരിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാലും അവർ വിജയിച്ചു എന്നാണ്. എന്നാൽ കുരുവട്ടൂരികൾ പറയുന്നത് കോമാട്ടുചാലിൽ അബ്ദുള്ളയെ പിൻപറ്റിയാൽ മാത്രമേ ഒരാൾ വിജയിക്കുകയുള്ളൂ, സ്വഹാബാക്കളെ പിൻപറ്റിയാൽ വിജയിക്കുകയില്ല എന്നാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ശൈഖിനെ കിട്ടാൻ പ്രയാസമുള്ളത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് സ്വീകരിക്കാം എന്ന് പറഞ്ഞതും അംഗീകരിക്കുന്നില്ല.
അതും അവർ പുച്ഛിച്ചു തള്ളുകയാണ്. ചുരുക്കം പറഞ്ഞാൽ സ്വഹാബാക്കളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വലാത്തിനെയും ഒക്കെ നിന്ദിക്കുന്ന വഹാബി ആശയമാണ് ഈ കുരുവട്ടൂരികൾക്കുമുള്ളത്. അതെവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ചോദ്യകർത്താവ് തുടങ്ങിയതുപോലെ നൗഷാദ് ഹസനി ആരാന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. നൗഷാദ് ഹസനിയോട് നിങ്ങൾ പോയി ചോദിക്കുക. നിങ്ങൾ തമ്മിലൊരു വൈകാരിക ബന്ധമുണ്ട് എന്നാണ് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത്. നിങ്ങൾ നൗഷാദ് ഹസനിയോട് ചോദിക്കുക. നൗഷാദ് ഹസനി ഇപ്പൊ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതാദ്യം പൊന്മളയെ നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണ് നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത്. കുരുവട്ടൂരികൾ ഇപ്പോൾ പറയുന്ന ആശയം ഹനീഫ് കായക്കൊടി പഠിപ്പിച്ചു കൊടുത്ത അല്ലെങ്കിൽ KNM എന്ന പ്രസ്ഥാനം പഠിപ്പിച്ചു കൊടുത്ത ആശയമാണ്. അവരുടെ ആശയമാവട്ടെ പിശാചിനും ജിന്നിനും വേണ്ടി ജീവിക്കുന്ന ആശയമാണ്. പിശാചിനെയും ജിന്നിനെയും പൂജിക്കാൻ വേണ്ടി തെളിവുണ്ടാക്കാൻ നടക്കുന്നവരാണ്. അതിനുവേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നാം ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത്. ആ ആശയമാണ് കുരുവട്ടൂരികൾക്കുമുള്ളത്. സുന്നിയായി ചമഞ്ഞ് ഇസ്തിഗാസ ശിർക്കാണെന്ന് പറഞ്ഞ് ജിന്ന് പൂജയിലേക്കും പിശാച് പൂജയിലേക്കും ഒന്നുകൂടി കയറി പറഞ്ഞാൽ സിഹ്റൻ നോമന പേരിട്ടുകൊണ്ട് ചത്തുപോയ ആളുകളെയും ദേവീ ദേവന്മാരെയും ഭൂതങ്ങളെയും പൂജിക്കുന്ന മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത തഫ്സീറാണ് അമാനി മൗലവിയുടെ തഫ്സീർ. അമാനി മൗലവിയുടെ തഫ്സീറിന് പ്രത്യേകത കൂടിയുണ്ട്. മഹാനായ കെ.എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ആ അമാനി മൗലവിയുടെ തഫ്സീറിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അമാനി മൗലവി ചുരുക്കി പറയാൻ ഇതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാച്, മരണമടഞ്ഞവർ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മങ്ങളും അടങ്ങിയിരിക്കും. അമാനി മൗലവി വ്യക്തമായി പറഞ്ഞു, സിഹിർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് പറയാ, എന്താണ് സിഹിറിന്റെ ഉള്ളടക്കം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ ചില ആളുകൾ പറഞ്ഞല്ലോ, ഏതോ ഒരു നാട്ടില് ഏതോ ഒരു മനുഷ്യൻ ഏതോ ഒരു ചരടുമല് എന്തെങ്കിലും ഊതിയാൽ എന്ത് ഷർറാ കൂട്ടരെ ഉണ്ടാകുന്നത് ഒരാൾ ചോദിച്ചാൽ എന്താണ് ഇതിനർത്ഥമുള്ളത്? വഹാബി ആശയത്തിലേക്കാണ് കുരുവട്ടൂരികൾ കൊണ്ടുപോകുന്നത്. അതിന് കേരളത്തിൽ നടക്കുകയില്ല. വഹാബികളോട് വാങ്ങിയ അച്ചാരം തിരിച്ചു കൊടുക്കലാകും നല്ലത്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.